ഇത് നമ്മളുടെ +1-ൻ്റെ 3rd ചാപ്റ്ററാണ്. അത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ഏർലിയർ ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് ആണ്. പിന്നെ അതിൽ നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ ഓരോന്ന് വരും. ലാസ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിൾ വരും. പിന്നെ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച അറ്റോമിക് സൈസ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ. What is periodic table? Periodic table means the arrangement of elements in a tabular form depending upon their properties. But depending upon the properties എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ഓൾ നോൺ എലമെൻറ്റ്സ്, നമുക്ക് അറിയുന്ന എല്ലാ എലമെൻറ്റ്സിനും ഇൻ എ ടാബുലാർ ഫോം ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ഏത് പ്രോപ്പർട്ടീസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു. ദ ടാബുലാർ ഫോം മീൻസ് വെർട്ടിക്കൽ കോളംസ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ്. ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് പീരിയോഡിക് ടേബിൾ? ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഓൾ ദി നോൺ എലമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദർ പ്രോപ്പർട്ടീസ് സോ ദാറ്റ് similar elements fail within the same vertical column and dissimilar elements are separated. Okay, that means simple-ആയിട്ട് പറഞ്ഞാൽ periodic table means the arrangement of elements in a tabular form depending upon their properties. This is called periodic table. Okay. Next part, the earlier classification of elements. That is, earlier classification elements are done by first Lavoisier, then Dobereiner, then Newlands. The earlier classification elements are done by Lavoisier, Dobereiner and Newlands. ഈ 3 സയൻറ്റിസ്റ്റാണ്. അതിൽ ലവോസിയർ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ലവോസിയർ, എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. എന്തല്ല, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. പിന്നെ നമ്മളുടെ ഡൊബൈറനർ പറഞ്ഞത് ലോ ഓഫ് ട്രയാഡ്സ്. പിന്നെ അതേപോലെ ന്യൂലാൻഡ്സ് പറഞ്ഞത് ലോ ഓഫ് ഒക്ടേവ്സ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് പീരിയോഡിക് ടേബിളാണ്. അതായത് ഹൂ ഡിസ്കവേർഡ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ മെൻഡലീഫ്. സോ നെക്സ്റ്റ് പാർട്ട് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ വരിക നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ? സിമ്പിൾ, ഹെൻറി മോസ്ലി. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഫസ്റ്റ് സെക്ഷനിലെ ടോപ്പിക്കിൽ. ഓക്കെ, ക്ലിയർ? Classification elements, first one Dobereiner's law of triads, second one Newland's law of octaves, third one Mendeleev's periodic table, then fourth one modern periodic table. അപ്പോൾ who introduced modern periodic table? ഹെൻറി മോസ്ലി. ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ സെക്ഷൻ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഫസ്റ്റ് എന്ത് പറയണം, വാട്ട് ഈസ് സംബൈ ലോ ഓഫ് ട്രയാഡ്സ്. അപ്പോൾ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ലോ ഓഫ് ട്രയാഡ്സിൽ? ഡൊബെറൈനർ. നെക്സ്റ്റ് പാർട്ട് അതാണ് ലോ ഓഫ് ട്രയാഡ്സ്. ഓക്കെ. First section, Dobereiner's law of triads. According to law of triads, if 3 elements are arranged in the increasing order of their atomic mass, increasing order means ascending order of their atomic mass, then these 3 elements are taken as a group. This group is called triads. Okay. If 3 elements are arranged in the increasing order of their atomic mass or ascending order of their atomic mass is taken as a group. This group is called triads. In triads, the atomic mass of middle element is nearly equal to the mean of other two. Or in triads, the atomic mass of middle element are the average of the other two. Okay, this is called a law of triads. That is Dobereiner's law of triads. According to law of triads, if 3 elements are arranged in the increasing order of their atomic mass is taken as a group, this group is called triads. ട്രയാഡ്സ് മിഡിൽ എലമെൻ്റ് അറ്റോമിക് മാസ് ബാക്കി രണ്ടിൻ്റെ ആവറേജ് വാല്യൂവിന് ഈക്വൽ ആണ്. ഓക്കെ. എക്സാമ്പിൾസ് ഓഫ് ട്രയാഡ്സ്. നിങ്ങളതിൽ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവുക, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയത്തിന് അറ്റോമിക് മാസ് 6.9, സോഡിയം അറ്റോമിക് മാസ് 23, പൊട്ടാസ്യം 39.1. ഇതൊരു കാറ്റഗറി ആയിട്ട് എടുക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ട്രയാഡ്സ്. ദെൻ സോഡിയത്തിന് അറ്റോമിക് മാസ് ഹിയർ 23. ആ 23 നമ്മൾക്ക് എങ്ങനെ കിട്ടുന്നത് ചോദിച്ചാൽ നിങ്ങൾ ആ ബാക്കി 2 വാല്യൂസ് എടുക്കുക. ലിഥിയത്തിന് അറ്റോമിക് മാസ് 6.9 പ്ലസ് 39.1 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 46/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 23. ഓക്കെ. ഇപ്പോൾ ലോ ഓഫ് ട്രയാഡ്സിന് ഒരു എക്സാമ്പിളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, CaBr. കാൽസ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം, Ca കാൽസ്യം. പിന്നെ അടുത്തത് സ്ട്രോൺഷ്യം SR, ബേരിയം Ba. ഓക്കെ. നെക്സ്റ്റ് ഒരു കാറ്റഗറി പെടുന്നത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഓക്കെ. അപ്പം പറയുന്നത് ട്രയാഡ്സിൽ മിഡിൽ എലമെൻ്റ് അറ്റോമിക് മാസ്
ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ആവറേജ് വാല്യൂവിന് ഈക്വലാണ്. ഓക്കെ, ക്ലിയർ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. അക്കോർഡിംഗ് ടു ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, if 8 elements are arranged in the increasing order of their atomic mass, 8 elements are arranged in the increasing order of their atomic mass, that is ascending order of their atomic mass, then it is observed that the physical and chemical properties of 8th element is the repetition of first element. അത് എട്ടാമത്തെ എലമെൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആരോട് ഫസ്റ്റ് എലമെൻറ്റിനോട് സിമിലർ ആയിട്ട് കണ്ടു. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് ഒക്ടേവ്സ്. അപ്പോൾ വാട്ട് ഈസ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് 8 elements are arranged in the increasing order of their atomic mass, then the physical and chemical properties of 8th element is the repetition of first. This is called law of octaves. That means law of octaves and this is similar to that of rhythm of music. Okay, that is sa ri ga ma pa da ni sa. ആദ്യം സ അവസാനം സ. അത് റിപ്പീറ്റേഷൻ പോലെ കാണുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് octaves. അപ്പോൾ who introduced the law of octaves? Newlands. So this is called Newlands law of octaves. Clear? Okay, in accordance with the Newlands law of octaves, if 8 elements are arranged in the increasing order of their or ascending order of their atomic mass, then the physical and chemical properties of 8th element is the repetition of first. Okay, this is called Newlands law of octaves, third classification. Okay. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ, അതായത് എലമെൻസിനില്ലേ, ലോ ഓഫ് ഒക്ടേവ്സിൽ ഉൾപ്പെടുന്ന ഒബേ ചെയ്യുന്ന എലമെൻസിന് നമ്മൾ 8 എലമെൻസിന് ഇങ്ങനെ 8 അല്ല ശരിക്കും ഇത് 7 അപ്പോൾ അതിൽ 7 ഉണ്ട്. അത് റിപ്പീറ്റേഷൻ ഓഫ് ഫസ്റ്റ്, ലാസ്റ്റ് എട്ടാമത്തത് ഫസ്റ്റ് വണ്ണിൻ്റെ റിപ്പീറ്റേഷനായിട്ട് വരും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് അക്കോർഡിംഗ് ടു മെൻഡലീസ് പീരിയോഡിക് ടേബിൾ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി increasing order of their atomic mass or ascending order of their atomic mass. In Mendeleev's, what are the features of Mendeleev's periodic table എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ട പോയിന്റ്, ഇൻ മെൻഡലീസ് പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് ദർ അറ്റോമിക് മാസ് ഓർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ അറ്റോമിക് മാസ്. എന്നിട്ട് ശരിക്കും മെൻഡലീഫ് ഒബ്സർവ് ചെയ്തപ്പോൾ സെയിം പ്രോപ്പർട്ടീസ് ആർ റിപ്പീറ്റഡ് ഇൻ റെഗുലർ ഇൻ്റർവെൽസ് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രോപ്പർട്ടി സെയിം പ്രോപ്പർട്ടീസ് ഒരു റെഗുലർ ഇൻ്റർവെൽസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പേര് കൊടുത്തു ദിസ് ഈസ് കോൾഡ് മെൻഡലീസ് പീരിയോഡിക് ലോ. അപ്പോൾ അതിൽ മെൻഡലീസ് പീരിയോഡിക് ലോ ഞാൻ നെക്സ്റ്റ് പാർട്ട് പറഞ്ഞുതരാം. വാട്ട് ഈസ് മെൻഡലീസ് പീരിയോഡിക് ലോ എന്നല്ലേ. അപ്പോൾ അതിന് മുമ്പേ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. അക്കോർഡിംഗ് ടു മെൻഡലീസ് പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദർ അറ്റോമിക് മാസ് ഓർ അസെൻഡിംഗ് ഓർഡർ ഓഫ് ദർ അറ്റോമിക് മാസ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 വെർട്ടിക്കൽ കോളംസ് കോൾഡ് ഗ്രൂപ്പ്സ് ആൻഡ് 7 ഹൊറിസോണ്ടൽ റോസ് കോൾഡ് പീരിയഡ്സ്. 8 വെർട്ടിക്കൽ കോളംസ് ഉണ്ടാവും, അതിൻ്റെ പേര് ഗ്രൂപ്പ്സ്. 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ടാവും, അതിൻ്റെ പേര് പീരിയഡ്സ്. ക്ലിയർ. പിന്നെ നെക്സ്റ്റ് പറയുന്ന പോയിന്റ്, അവിടെ ഒരു ഗ്യാപ്പ് പറയുന്നത്, ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ദ ലെഫ്റ്റ് ഗ്യാപ്പ് അണ്ടർ സിലിക്കൺ ഈസ് കോൾഡ്, നമ്മളൊരു എക്കാ സിലിക്കൺ എന്ന് പറയും. അതുപോലെ ലെഫ്റ്റ് ഗ്യാപ്പ് അണ്ടർ അലുമിനിയം ഈസ് കോൾഡ് എക്കാ അലുമിനിയം. അപ്പം എക്കാ അലുമിനിയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് ഗാലിയാണ്. ഓക്കെ, എക്കാ സിലിക്കൺ എന്നുള്ളത് ജർമാനിയാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ദി ലെഫ്റ്റ് ഗ്യാപ്പ് അണ്ടർ സിലിക്കൺ ഈസ് കോൾഡ് എക്കാ സിലിക്കൺ, അത് ജർമാനിയം. ദെൻ ദി ലെഫ്റ്റ് ഗ്യാപ്പ് അണ്ടർ അലുമിനിയം ഈസ് കോൾഡ് എക്കാ അലുമിനിയം, അത് എന്നുള്ളത് ഗാലിയം. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ദി എലമെൻറ്റ്സ് അത് റെഗുലർ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഒബേ മെൻഡലീസ് പീരിയോഡിക് ലോ. ഓക്കെ, ഇൻ അക്കോർഡിംഗ് ടു ദിസ് മെൻഡലീസ് പീരിയോഡിക് ലോ, so according to Mendeleev's periodic law, the physical and chemical properties of the elements are periodic function of their atomic mass. This is very very important question on examining. So what is Mendeleev's periodic law? This law states that the physical and chemical properties of the elements are periodic function of their atomic mass. Okay, this is Mendeleev's periodic law. Clear? This പഠിച്ചു നോക്കൂ. Okay. ഡീമെറിറ്റ്സ് ഓഫ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എലമെൻറ്റ്സ് വിത്ത് ഡിസിമിലർ പ്രോപ്പർട്ടീസ് ആർ ഫൗണ്ട് ഇൻ ദി സെയിം ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഒരു ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡസ് നോട്ട് ഗീവ് ദി പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റിയിട്ട് ആർക്ക് മെൻഡലീസിൻ്റെ പീരിയോഡിക് ടേബിൾ. പിന്നെ ഹി കുഡ് നോട്ട് ഗീവ് ദി എക്സാക്ട് പൊസിഷൻ ഫോർ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആൻഡ് ഓൾസോ ഫോർ ദർ ഐസോടോപ്സ്.
ഓക്കെ. പിന്നെ ഇറ്റ് ഡസ് നോട്ട് ഡിഡ് നോട്ട് സ്ട്രിക്ട്ലി ഒബേ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റ്. അപ്പോൾ എന്തെല്ലാം ഡിസിമിലർ പ്രോപ്പർട്ടീസുള്ള എലമെൻറ്റ്സ് സെയിം ഗ്രൂപ്പിലുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് തെറ്റാണ്. 2, എക്സാക്റ്റ് പൊസിഷൻ ഹൈഡ്രജൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ട. ഓക്കെ. 3, പൊസിഷണൽ ആന്തനോയിഡ്സും പിന്നെ അതുപോലെ ആക്ടിനോയിഡ്സിനും പിന്നെ ഐസോടോപ്സും പറയാൻ പറ്റിയിട്ട. ഓക്കെ. പിന്നെ കറക്റ്റായിട്ട് എന്ത് ഒബേ ചെയ്തിട്ടില്ല, അറ്റോമിക് വെയ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡർ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ. ദെൻ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ? നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹെൻറി മോസ്ലി. പിന്നെ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ? ഫസ്റ്റ് പോയിന്റ്, ഹിയർ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ അറ്റോമിക് നമ്പർ. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 18 വെർട്ടിക്കൽ കോളംസ് കോൾഡ് ഗ്രൂപ്പ്സ് ആൻഡ് 7 ഹൊറിസോണ്ടൽ റോസ് കോൾഡ് പീരിയഡ്സ്. 18 ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ 7 പീരീഡ് ഉണ്ട്. Then it consists of 4 blocks. They are S, P, D and F. S block, P block, D block and F block. കുറച്ച് എക്സ്പ്ലനേഷൻ പഠിക്കാനുണ്ട്. ലാസ്റ്റ് കേസിൽ 4ാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഒബേ മോഡേൺ പീരിയോഡിക് ലോ. ഇപ്പോൾ വാട്ട് ഈസ് മോഡേൺ പീരിയോഡിക് ലോ എന്നുള്ളത് നമ്മൾ കുറച്ച് പഠിക്കുക. ഇപ്പോൾ അടുത്ത സെക്ഷൻ അത് തന്നെയാണ്, വാട്ട് ഈസ് മോഡേൺ പീരിയോഡിക് ലോ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പം വാട്ട് ഈസ് മോഡേൺ പീരിയോഡിക് ലോ? According to modern periodic law, the physical and chemical properties of the elements are periodic function of their atomic number. What is modern periodic law? ഇത് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. The physical and chemical properties of the elements are periodic function of their atomic number. ഇതാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് വരുന്നത് നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ. ഓക്കെ, ഇപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സ് ഒബേ മോഡേൺ പീരിയോഡിക് ലോ. ക്ലിയർ. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു മോഡേൺ പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 4 ബ്ലോക്സ്. ദേ ആർ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ ഒന്നിച്ചിട്ട് പറയും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. 13 to 18 ആണെങ്കിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. 3 to 12 പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും. ലാസ്റ്റ് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും അതിന് നമ്മൾ എന്താ പറയും, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പറയും. അപ്പം വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലോക്ക് പ്രസൻറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലൂടെ ഓടിപ്പോകേണ്ടത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. നമുക്ക് ഇതിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വാട്ട് ആർ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, ദെൻ വൈറ്റ് ഈസ് കോൾഡ് സോ, പിന്നെ വാട്ട് ആർ പി ബ്ലോക്ക് എലമെൻറ്റ്സ്, വൈറ്റ് ഈസ് കോൾഡ് സോ, എന്താ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, എന്താ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലോക്ക് പ്രസൻറ്റ് ഇൻ പീരിയോഡിക് ടേബിൾ? മോഡേൺ പീരിയോഡിക് ടേബിൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സെക്ഷൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വാട്ട് ആർ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉള്ളത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ എസ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിന് ഒന്നിച്ചിട്ട് നമുക്ക് എന്താ പറയാം, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം ബിക്കോസ് നമ്മളെ എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വിൽ എൻ്റർ ഇൻ ടു എസ് സബ്ഷെൽ. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ collectively known as S block elements. It is called so because last electron will enter into S subshell. Then first group elements are called alkali metals. Second group elements are called alkaline earth metals. Then its outermost electronic configuration is NS1 to 2. അവിടെ N റെപ്രസെൻ്റ് ചെയ്യുന്ന പീരീഡ് ആണ്, എസ് ബ്ലോക്ക് ടോപ്പിലുള്ളത് ഗ്രൂപ്പ്. അപ്പോൾ NS1 to 2. NS1 വരുമ്പോൾ അത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആവും, NS2 വരുമ്പോൾ അത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആവും. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് പറഞ്ഞാൽ എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ഗ്രൂപ്പ് 13 to 18 അല്ലെ ഹീലിയം എക്സെപ്റ്റ് ഹീലിയം ഈസ് കോൾഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് നമ്മൾ പറയുന്ന പേര് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. Then its outermost electronic configuration is NS2 NP1 to 6. NS2 NP1 to 6. അതിൽ കൺസിസ്റ്റ് ഓഫ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ എന്തെങ്കിലും ഉണ്ടാവും, മെറ്റൽസും ഉണ്ടാവും, നോൺ മെറ്റൽസും ഉണ്ടാവും, മെറ്റലോയിഡ്സ് ഉണ്ടാവും. അതിൽ 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ് ബോറോൺ ഫാമിലി, 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ് കാർബൺ ഫാമിലി, 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ് നൈട്രജൻ ഫാമിലി, 16th group elements are called oxygen family. It is also known as chalcogens. 17th group elements are called halogens. 18th group elements are called noble gas or inert gases. Okay, അപ്പോൾ ഇത്രയും മെമ്പേഴ്സ് ഏതിലുണ്ട്, പി ബ്ലോക്ക് എലമെൻറ്റ്സിലുണ്ട്. ഗ്രൂപ്പ് ഓർത്ത് നോക്കുക, 13, 14, 15, 16, 17 ആൻഡ് 18. ഓക്കെ, നെക്സ്റ്റ്
ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ സെൻറ്ററിൽ നോക്കുക. അപ്പോൾ എലമെൻറ്റ്സ് വിച്ച് ബിലോങ്സ് ഗ്രൂപ്പ് 3 to 12 in a periodic table is called D block elements. Elements which belongs to group 3 to 12 in a periodic table is called D block elements. It is also known as transition elements or transition metals എന്ന് പറയും. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് നമ്മൾ പറയുന്ന പേരാണ് ഏത്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ് ഈസ് n-1 D 1 to 10 NS 1 to 2. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ടൈപ്പിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരാം. n-1 D 1 to 10 NS 1 to 2. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം എന്ന ടോപ്പിക്കിൽ ഓഫ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അന്നേരം അത് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. നിങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ താഴെ ഭാഗത്ത് 2 റോസ് കാണും. 2 റോസ്, ഒന്ന് ലാന്തനോയിഡ്സ്, മറ്റൊന്ന് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സ് ഓർ ലാന്തനൈഡ്സ്, ആക്ടിനോയിഡ്സ് ഓർ ആക്ടിനൈഡ്സ്. അതിനെ കളക്റ്റീവ്ലി നോൺ ആസ് എന്ത്? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അതായത് അറ്റ് ദി ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ ദർ ആർ 2 റോസ്, ദേ ആർ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ഇതിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക, ശരിക്കും ശ്രദ്ധിക്കണം. n-2 F1 to 14 n-1 D0 to 1 NS2. നിങ്ങൾ മൊത്തം നമ്മളുടെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് നോക്കിയാൽ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിൽ 13 മുതൽ 18 വരെ കാണുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. സെൻട്രൽ ആരാ ഉള്ളത്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അറ്റ് ദി ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇതാണ് പൊസിഷൻ വരുന്നത്. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ദെൻ ബോട്ടം. ക്ലിയർ. നെക്സ്റ്റ് ഒരു സെപ്പറേറ്റ് സെക്ഷനാണ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് എന്നത്. ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ടൈപ്പിലെല്ലാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയും. അതായത് എസ് ബ്ലോക്കും പി ബ്ലോക്കും ഒന്നിച്ചിട്ട് എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. ഓക്കെ, സെക്കൻഡ് വൺ നമ്മൾ നേരത്തെ പഠിച്ചു. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ദെൻ നമുക്ക് അറിയുന്നൊരു പോയിന്റ് 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ് നോബിൾ ഗ്യാസ് ഓർ ഇനേർട്ട് ഗ്യാസ്. അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 4 പോയിന്റ് പറഞ്ഞു നോക്കുക. ഫസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്, എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഒന്നിച്ചിട്ട്. ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ദെൻ നോബിൾ ഗ്യാസ് ഓർ 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. നോബിൾ ഗ്യാസ് ഓർ ഇനേർട്ട് ഗ്യാസ് അതേതാ? 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഓക്കെ, ക്ലിയർ.